ഇതുവരെ നടന്ന ക്ലാസിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോ ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഹലോ പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഞാന് പിന്നെ മാമിന്റെ EFT തന്നെ ക്ലാസ്സാണ്, അതാണ് ഞാൻ ഫസ്റ്റ് കേട്ടിട്ടുണ്ടായത്. അത് പ്ലേ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായതാണ്. ഞാനും കുറെ അസുഖമായിട്ട് കുറെ നന്നായിട്ട് ടെൻഷനിലേ കൂടി പോയ ഒരു വ്യക്തിയാണ്. എനിക്ക് ആ ചിന്തയെ മാറ്റണം എന്നില്ല, ആ ഒരൊറ്റ വാക്കാന്ന് എന്റെ സകല മാറിയത്. ആ ഒരു ക്ലാസ് കേട്ടപ്പോന്ന് പിന്നെ ഞാൻ ഓരോരോ ക്ലാസ് കേൾക്കാൻ തുടങ്ങി. എൻ്റെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞാനിപ്പോ അങ്ങനത്തെ എനിക്കൊരു ടെൻഷനേ ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. പെരുമാറുന്ന കാര്യത്തിലായി ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് പാസ്റ്റിനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇല്ല. എനിക്ക് ഇപ്പൊ പ്രസന്റ് മാത്രമാണ്. കഴിഞ്ഞ കാര്യവും ആലോചിക്കല്ല, വരാൻ പോകുന്നതും ആലോചിക്കല്ല. ഇപ്പൊ നടന്നു കൊടുക്കുന്ന പ്രസന്റിലെ കാര്യം മാത്രം ആലോചിച്ചിട്ട് അങ്ങനെ പോകും. ഇപ്പൊ പിന്നെ ഹെൽത്ത് ഒക്കെ ശരിയായി വരുന്നുണ്ടോ? ഒരുപാട് മാറ്റമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തലവേദന അങ്ങനത്തെ ഒന്നും എനിക്കിപ്പോ ഇല്ല. തലവേദന ഒന്നും ഇല്ല. ഇല്ലല്ലേ? തലവേദന കുറവുണ്ട്. പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ കുറവുണ്ടോ? ഇപ്പൊ പനിയെല്ലാം വന്നതാ. ഞാൻ മെഡിസിൻ ഒന്നും എടുക്കല്ല, അൽഹംദുലില്ലാ. മെഡിസിൻ ഒന്നും എടുക്കല്ല. ഞാനിങ്ങനെ ചൂടുവെള്ളം കുടിക്കും, അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. എനിക്ക് മാറാൻ എനിക്ക് മെഡിസിന്റെ ആവശ്യമേ വരില്ല എനിക്ക്. ശരി, അൽഹംദുലില്ലാ. പറഞ്ഞോളി. അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ നിങ്ങളൊരു ക്ലാസ് ഇങ്ങനെ കണ്ട്, അപ്പൊ എന്റെ ഭർത്താവിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നിങ്ങളെ വിളിച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം നല്ല മാറ്റമുണ്ട്. പിന്നെ ഇപ്പൊ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്നോ കേൾക്കേണ്ടതായിരുന്നു. നമുക്ക് എത്രയോ നമ്മളെ ജീവിതം മാറ്റി മറിക്കായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ട്. കൊറേ വെറുതെ നമ്മള് ടെൻഷൻ അടിച്ച് കൊറേ നമ്മളെ സമയം നഷ്ടാക്കി. പിന്നെ ആ ഫോർഗീവ്നെസ് നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് എന്താ വെച്ചാല് നമുക്ക് കുറെ ടെൻഷൻ ഒഴിവായി, ആൾക്കാരോട് കുറെ വെറുപ്പുള്ളൊക്കെ മാറി. നല്ലൊരു മനസ്സിക്ക് നല്ലൊരു സമാധാനമാണ്. എന്താ വെച്ചാൽ ആരോടും പിന്നെ വെറുപ്പ് തോന്നൂലല്ലോ. എത്ര നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചാൽ എല്ലാം നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ കുറെ പ്രാവശ്യം ചെയ്യേണ്ടി വരും. എന്നാലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങൾ അതിന് തോന്നുന്നുണ്ട്. അവരെ കാണുമ്പോഴും മനസ്സിക്ക് അത് വല്ലാതെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറെ സമാധാനം ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് അതുപോലെ രണ്ട് ലോകത്തും നമുക്ക് വിജയിക്കാം. നല്ലൊരു മരണം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ വെച്ചാൽ ഒന്നാമത് ഈ ഫോർഗിവ്നെസ് കൊണ്ട് മനസ്സിക്ക് വെറുപ്പില്ലല്ലോ ആരോടും. അതൊരു സംഭവമാണല്ലോ. ഹൃദയത്തിക്കല്ല അല്ല നോക്കുള്ളൂ, നമ്മളെ പ്രവൃത്തിക്ക് നോക്കൂലല്ലോ. നല്ല ഇനി വേദന, കൈവേദന ഉണ്ടായിരുന്നു. കൈവേദനയൊക്കെ നിങ്ങൾ പറയുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല കുറവുണ്ട്. ചിലപ്പോ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ചെയ്തു പോയാൽ മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ഇമോഷൻ കളയാം. ഇമോഷനും മെഡിറ്റേഷനും കൂടി ആവുമ്പോ മാറ്റം വരും. പ്രാർത്ഥനയും പിന്നെ ഉപബോധ മനസ്സിന്റെ കഴിവിനെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും മേഡം, ഞാൻ ഇതിൽ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാല് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് മനസ്സിലാക്കിയത്. അതായത് നമ്മുടെ ഉള്ളില് പാസ്റ്റ് നടന്ന ഒരുപാട് ട്രോമകളുണ്ട്. അത് കാരണമാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും ബ്ലോക്ക് ആവുന്നത്. അത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ EFTക്ക് അത് ചേരാനും മേഡത്തിന്റെ ഒരു ഫ്രീ കോഴ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതില് യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പൊ അത് ജോയിൻ ആയപ്പോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി. അങ്ങനെ ഞാൻ മേഡത്തെ കോണ്ടാക്ട് ചെയ്തത്. എന്തായാലും ഒത്തിരി മാറ്റമുണ്ട്. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രധാനപ്പെട്ടത് ടാപ്പിംഗ് ഉണ്ടല്ലോ, ടാപ്പിംഗ് നമ്മുടെ ശരീരത്തിൽ ഓരോ പോയിന്റ്, അതാണ് എനിക്ക് നല്ലോണം റിസൾട്ട് വന്നത്. ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, എല്ലാവരോടും നല്ല സ്നേഹവും സന്തോഷം. കുറെ വിഷമങ്ങളും ഇതൊക്കെ പുറത്തേക്ക് പോയപ്പോ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മേഡം. നല്ല മാറ്റമുണ്ട്. എനിക്ക് മറ്റേത് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെയും ഒരു ടെൻഷൻ പോലെ വന്നു. അതുകൊണ്ട് ഈ ടാപ്പിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത സമയത്ത് പഴയ ഓർമ്മകളെല്ലാം വന്നങ്ങ് പനിച്ച് ആ പനിയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ ആവി കൊണ്ടുകൊണ്ടിരിക്കുക.
പനിയുടെ ഒരു ചെറിയ ആ ഇത് പനി കാണുന്നുണ്ട്. വന്ന സമയത്തും ഇത് കളഞ്ഞിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ശരിക്ക് ഒരു ബാച്ചിലുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ അറിവ് EFTന്റെ ക്ലാസ് കിട്ടിയതിന് ശേഷം 3 ദിവസം അവര് വേഗം വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ഫ്രീ ടൈം കിട്ടിയപ്പോ തുടർച്ചയായിട്ട് ഇമോഷൻസിനെ കളഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ ശ്വാസം മുട്ടല് അതോടുകൂടി സുഖമായി എന്ന് പറയുന്നുണ്ട്. വർഷങ്ങളോളം മരുന്ന് കഴിച്ച ഒരു വ്യക്തിയായിരുന്നു. സാധാരണ നേരത്തെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പനിയുടെ ലക്ഷണം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ അങ്ങനെ ഒരു മൈൻഡേ ഇല്ല. അപ്പൊ ഇത് ആവി പിടിച്ച് അങ്ങ് മാറ്റുമോ? മറ്റേത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ഉള്ള മരുന്നെല്ലാം തന്ന് അത് ഒന്നുകൂടെ കൂടത്തല്ലേ ഉള്ളു. അപ്പം തന്നെ മാറട്ടെ എന്നുള്ള തോട്ടാ. ഓക്കെ. അപ്പൊ ഇനി താങ്ക് യു നമ്മളെ മാഡം. ലൈഫിനെ തിരിച്ചു പിടിക്കാം. സാമ്പത്തികമായിട്ടും അഭിവൃദ്ധി ഉണ്ടായും അതുപോലെ ആരോഗ്യമൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ലൈഫിനെ നമ്മൾ മുന്നോട്ട് നയിക്കാം. അങ്ങനെയുള്ളവരുടെ കൂടെ പഠിച്ചോണ്ടാവും. അങ്ങനെയുള്ളവരുടെ കൂടെ അള്ളാഹ് ഉണ്ടാവും. അള്ളാഹിനെ കണ്ടെത്തിയ ആളുകൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തൊരു ഇമോഷണൽ ബ്ലോക്ക് കാരണം അള്ളയായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അറിയാതെ നെഗറ്റീവ് ചിന്തകൾ വന്ന് ജീവിതം തകർന്നു പോകും. ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് മാഡത്തിനും. ഇനി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് എത്രയോ ആളുകൾ ഇങ്ങനെ റിസൾട്ട് തരലുണ്ട്. ഇങ്ങനെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തരലുണ്ട്.